ആയിതനോ ഐഷാദനോ എണീച്ചോ എണീച്ചോ സ്കൂള് വാ 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 ലേറ്റാണ് വേഗം പോയിട്ട് കുളിക്ക്. മാർച്ച് മാസം തീരുന്നില്ല എന്തൊരു നീളാ മാർച്ച് മാസത്തിന് എന്നൊക്കെ പറഞ്ഞ അവസാനം മാർച്ച് കഴിഞ്ഞല്ലേ. April 1 ഇവിടെ ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ന്യൂ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നാണ് കേട്ടോ. എമർജൻസി അലർട്ട് മെസ്സേജുകൾക്കും മിസൈലുകൾക്കൊക്കെ ഇടയിൽ ഇവർക്ക് കുറച്ച് ദിവസം ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിലും അതും പിന്നെ ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോമ്പും പെരുന്നാളും ഒക്കെ അവർ ലീവായിട്ട് റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് ഓഫ്ലൈനായിട്ട് സ്കൂളിലേക്ക് പോകുന്നത്. ആ ഒരു ചെറിയ എക്സൈറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ വിളിച്ചപ്പം പെട്ടെന്ന് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ കിച്ചണിലുള്ള സമയത്ത് തന്നെ ഒരു 4-5 പോക്ക് പോയിട്ട് വേണം അവരെ വിളിച്ചെണീപ്പിക്കാൻ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിഫോം ഒക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ, നോട്ട്ബുക്കും യൂണിഫോം ഒക്കെ. അപ്പോൾ ആയിഷ ഇപ്പം ജൂനിയർ സെക്ഷന് ഗേൾസ് സെക്ഷനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു യൂണിഫോം ചേഞ്ച് ആയിട്ടുണ്ട്. ഇതുവരെ ഫ്രോക്ക് ഇട്ടുകൊണ്ടിരുന്നതാണ്, ഇപ്പം സൽവാറിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആയിഷ വിളിച്ചപ്പോൾ പെട്ടെന്ന് എണീറ്റിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഞാനിതാ അവർക്ക് കഴിക്കാനുള്ളത് പിന്നെ അവർ സാധാരണയായിട്ട് രാവിലെ എണീറ്റാൽ അങ്ങനെ തന്നെ വെള്ളം പോലും കുടിക്കാതെയാണ് പോവാറ്. എത്ര നിർബന്ധിച്ചാലും രാവിലെ ഫുഡ് കഴിക്കില്ലേ. ലഞ്ച് ബോക്സിൽ കൊണ്ടുവന്ന ആ ഒരു ഫുഡാണ് അവിടുന്ന് അവർ കഴിക്കുന്ന സമയത്ത് കഴിക്കതേ ഉള്ളൂ, അല്ലാതെ രാവിലെ ഒന്നും കഴിക്കില്ല. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചിട്ട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ദോശ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ രാവിലെ എന്താണോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കൂടുതലായിട്ടും ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാറ്. പക്ഷേ അവർക്ക് കൂടുതൽ ഇഷ്ടം ഇതുപോലുള്ള റൈസുകളാണ്. അതാകുമ്പം സ്പൂണിൽ പെട്ടെന്ന് കോരി കഴിക്കാൻ പറ്റുമല്ലോ. കറി ഐറ്റംസ് ഉള്ളതൊന്നും വലിയ താല്പര്യമില്ല. നമ്മൾ പാസ്ത, നൂഡിൽസ്, റൈസ് ഇതൊക്കെ ആകുമ്പോൾ സ്പൂൺ കൊണ്ടും ഫോർക്ക് കൊണ്ടൊക്കെ കോരി കഴിക്കാമല്ലോ. അങ്ങനെയുള്ളതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഡേ ആയിട്ട് ഇന്ന് നമ്മൾ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് റൈസാണ് ഉണ്ടാക്കിയത്. ഞാനിങ്ങനെ ലഞ്ച് ബോക്സിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല പല വെറൈറ്റിയിലുള്ള റൈസിൻ്റെ വീഡിയോസൊക്കെ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. പിന്നെ നമ്മൾ ഈ മോർണിംഗിൽ റൈസൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന സമയത്ത് റൈസ് തലേദിവസം രാത്രി തന്നെ ഒന്നങ്ങ് ബോയിൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. ഞാൻ ബസ്മതി റൈസാണ് കൂടുതലായിട്ടും എടുക്കുക. അതും ഫുള്ളായിട്ട് വേവിക്കില്ല, ഒരു 1/4 ഭാഗം വേവാകുന്ന സമയത്ത് അത് ഊറ്റി മാറ്റി വെക്കും. എന്നിട്ട് രാവിലെ നമ്മൾ മസാലയൊക്കെ ആക്കുന്ന സമയത്ത് ബാക്കി അതിൽ നിന്ന് കുക്ക് ചെയ്തെടുക്കുക ചെയ്യാം. ഞാനിതൊക്കെ കുക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിനിടയ്ക്ക് ഒരു 5-8 പ്രാവശ്യം ഇവരെടുക്കാൻ പോകേണ്ടി വരും, കുളിച്ചിട്ട് വേഗം ഇറങ്ങാനും ഹെയർ ഡ്രൈ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ആയിഷ ജൂനിയർ സെക്ഷന് ഇപ്പം ഗേൾസ് സെക്ഷനിലേക്ക് അല്ല. ആർ യു എക്സൈറ്റഡ്? ന്യൂ യൂണിഫോമെല്ലാം ഇട്ടിട്ട് ഉടുപ്പിന്ന് മാറി ഇപ്പം ചുരിദാറായതാ. ഇനിയിപ്പം ഇൻഷാല്ല എല്ലാം ബാക്ക് ടു നോർമൽ റുട്ടീനിലേക്ക് മാറണം. നേരത്തെ എഴുന്നേക്കല്, ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യല്, ഇവരെ സ്കൂളിൽ പറഞ്ഞു വിടല്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതുവരെ നോമ്പായതുകൊണ്ട് സത്യം പറഞ്ഞാൽ നോമ്പ് കഴിഞ്ഞാലും കുറച്ച് ദിവസം അതിൻ്റെ ആ ഒരു ഹാങ് ഓവറിലായിരിക്കും ഉണ്ടാവുക. കാരണം നമ്മൾ ഫജറിൻ്റെ നിസ്കാരവും കഴിഞ്ഞിട്ടാണല്ലോ കിടന്നുറങ്ങുക. എന്നിട്ടൊരു 2-2:30 എണീക്കുക. അത് കഴിഞ്ഞിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, നിസ്കരിക്കുക, അങ്ങനെയാണെന്നല്ലോ നമ്മളെ ലൈഫ് പോകുന്നത് നോമ്പിന്. അപ്പോൾ അതിങ്ങനെ ശീലമായി പോയിട്ട് നോമ്പ് കഴിഞ്ഞിട്ടും ഇതേപോലെ തന്നെ രാത്രി എത്ര നേരത്തെ കിടന്നാലും ഉറക്കം വരാതെ ഒരു 2 മണി 3 മണിയൊക്കെ ആയാലും ഉറക്ക് വരിക. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് കിടക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ കിടന്നിട്ട് 1 മണിക്കൊക്കെയാണ് എണീക്കാറുണ്ടായിരുന്നത്. ഇനിയിപ്പം ഇൻഷാല്ലാ സ്കൂൾ ഓപ്പൺ ചെയ്താൽ പിന്നെ അങ്ങനെ ഇതാക്കില്ലല്ലോ. എപ്പോഴും എത്ര വിളിച്ചാലും ഒരു 12:30 ഞാൻ വിളി തുടങ്ങും. എന്നാലും അവർ തിരിഞ്ഞു പറഞ്ഞു കിടന്നിട്ട് ഒരു 2 മണിയൊക്കെ ആക്കിയിട്ടാണ് എണീക്കുക നോമ്പ് കഴിഞ്ഞിട്ടും. അപ്പോൾ അതിനൊക്കെ ഒരു റിലീഫ് എന്തായാലും ഉണ്ടാവും. ഇവർക്കിവിടെ ഷോർട്ട് ഹെയർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹെയർ ബാൻഡ് മാത്രം വെച്ചിട്ട് ലൂസ് ഹെയർ ആക്കി ഇട്ടിട്ട് പോവാം. അല്ലാതെ ലോങ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 സൈഡിലും ഇങ്ങനെ മെടഞ്ഞിട്ടിട്ട് തന്നെ പോകണം. അതാണ് വേറൊരു ടാസ്ക് എന്ന് പറയുന്നത്. എങ്ങാനും ലേറ്റ് ആയിട്ടൊക്കെ എഴുന്നേൽക്കുന്ന ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഇതിനാണ് കുറച്ചധികം ടൈം പോവുക. വലൈക്കും അസ്സലാം. ബിസ്മില്ലാഹി തവക്കൽതു. അങ്ങനെ അവര് പോയി. നമ്മളെ കൈയെടുക്ക്. ഞാനിപ്പോൾ എല്ലാത്തിലും ചീരയുണ്ട് കുത്തിക്കൊടുത്തിന്. വളരുമെന്നൊന്നും അറിയില്ല, എന്നാലും കിട്ടിയാലോ. പച്ചച്ചീര ഉണ്ട്, പക്ഷേ എങ്കിൽ കണ്ട ഇലയെല്ലാം
പോയിന് പുഴു വന്നിട്ട്. അതുപോലെ പച്ചമുളകും കുരുടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം എന്തെങ്കിലും കഞ്ഞിവെള്ളം എന്തെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ഇന്നലെ ഞാൻ ക്ലീൻ ചെയ്തതാണ്. നല്ല നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ മോർണിംഗിലെല്ലാം. നമ്മളെ കാറ്റിന് പൊട്ടിയതാ ഷെഡ്, അത് ഇതുവരെ റെഡിയാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ കോഴീൻ്റെ ഫുഡ് കൊടുക്കട്ടെ, എന്നിട്ട് കിടന്ന് ഉറങ്ങട്ടെ. കോഴീനെ ഞാൻ ഇനി മുതൽ ഇറക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഇതാ ഞാൻ ഇന്നലെ ഇവരെ കയറ്റാൻ ലേറ്റായി. എപ്പോൾ ഞങ്ങൾ ഇറക്കിയിടുന്നതാ. ഞാൻ നോക്കുമ്പോൾ 3 ആൾ എവിടെയും കാണുന്നില്ല. ഇതാ ഇതിൻ്റെ മേലെ, ഈ കൊമ്പിൻ്റെ മേലെ 3 ആളും. എങ്ങനെയാ ഞാൻ ഇറക്കിയെന്നറിയില്ല. അല്ലെ പറക്കുന്ന സൈസ് ആ 3 എണ്ണം. ആ ഉള്ളിൽ വെച്ചാൽ മതിയേ, കച്ചറയാലും അറിയില്ല, ക്ലീൻ ചെയ്യാം. ഏയ് വേണ്ട, വെള്ളം ഉണ്ടായില്ലേ നോക്കിയാൽ. കുറച്ച് വെള്ളം മതി, കുറച്ച് നടുവിലോട്ട് വെച്ച് കൊടുക്കും, എല്ലാവർക്കും എത്തണ്ടേ. ഇന്ന് എന്തായാലും ഇവിടെ ക്ലീൻ ആക്കണം. ഫുള്ള് ഫിറ്റായിട്ടുണ്ട്. ആ കാറ്റ് കഴിഞ്ഞേരെ ഇവിടെ ക്ലീൻ ആക്കിയിട്ടില്ല. കുറച്ച് മതി, ഇത്ര നിറച്ചൊന്നും വേണ്ട. ജസ്റ്റ് നാടെ വെച്ച ഒരു 2 മണി കഴിഞ്ഞിട്ട് ഇറക്കാം. എനിക്ക് ഒറ്റക്ക് പേടിയാ. അഥവാ ഇതാ ഇതിൻ്റെ മേലെയുള്ള, ഇതാ ഇതിൻ്റെ മേലെ അവിടുന്ന് ശരിക്കും അതിന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പോകാനാവും. ഇനിയിപ്പോൾ ഈ കൊമ്പിതാ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യണം, എന്നാൽ ആ സമാധാനത്തിൽ ഇറക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ മാത്രം ഒന്ന് അടിച്ചു വാരിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കഴുകിയിട്ടുണ്ട്. എന്നാലും മഴ പെയ്തേരെ ഫുൾ അഴുക്കായ പോലെ ഉണ്ട്. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ മഴ പെയ്തിട്ട് ഇങ്ങനെ അഴുക്കായിട്ടുള്ളത്. ഇല്ല, എപ്പോൾ ഇറക്കൂല ഞാൻ. എന്തിനാ മേലെ പോയി നിന്ന്, ഇതിൻ്റെ മേലെ പോയി നിന്ന് എന്തിനാ? അങ്ങനെ മുറ്റമൊക്കെ കഴുകി ക്ലീനാക്കി വന്നതിന് ശേഷം കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ ഒരു ളുഹർ ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി നോമ്പിൻ്റെ ആ ഒരു ടൈമിലെങ്ങാന് ഞാൻ മുത്താറി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു മുത്താറി കുറേ ദിവസമായി, നോമ്പിന് എന്തായാലും ആവശ്യമില്ലല്ലോ. അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ടും പിന്നെ ഇവിടെ മഴയും കാറ്റും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ മുളപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് മുളപ്പിച്ചിട്ട് ഒന്ന് ഉണക്കിയിട്ട് പൊടിച്ചു വെക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്ന് നല്ല വെയിൽ കണ്ടതുകൊണ്ട് ഞാൻ വെച്ചെന്നാൽ പിന്നെ അത് വേഗം കഴുകിയിട്ട് ആദ്യം ഒന്ന് കുതിർത്ത് വെക്കാം, എന്നിട്ട് മുളച്ച് വന്നതിന് ശേഷം ഉണക്കാം. അപ്പോഴേ ഞാൻ വേഗം പേരൊന്നും നോക്കിയില്ല, ജസ്റ്റ് വേഗം കട്ട് ചെയ്തു. ഒരു ഈ പാക്കറ്റ് മുഴുവനും വേണ്ടാന്ന് വെച്ചിട്ട് 3/4 ഭാഗത്തോളം വെള്ളത്തിലിട്ട് ബാക്കി ഒരു 1/4 ഭാഗത്തോളം ബോട്ടിൽ മാറ്റി വെച്ച് വെള്ളത്തിലിട്ടിട്ട് ഇത് ഞാൻ കഴുകാന്ന് എടുത്തപ്പോഴേ എന്താ ഒരു മാറ്റം. മുത്താറി കഴുകുന്ന സമയത്ത് മുത്താറിൻ്റെ പോലെ അല്ലല്ലോ ഉള്ളത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കി. ഞാൻ ആദ്യം കഴുകുമ്പോൾ കുറച്ചൊരു മാറ്റം, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് നല്ലോണം നമ്മളെ ചിയാ സീഡൊക്കെ വെള്ളത്തിലിട്ടാൽ ഉണ്ടാകുന്നില്ല, ഒരു ജെല്ലി പോലെ ആകുന്നത് അതുപോലെ ആയി വരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവം. അപ്പം പാക്കറ്റ് വേസ്റ്റിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേസ്റ്റിൽ നിന്ന് ആ ഒരു പാക്കറ്റ് എടുത്തിട്ട് വായിച്ച് നോക്കുമ്പോഴല്ലേ കാണുന്നത് അത് റെഡ് സീഡായിരുന്നു. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ റാഗിയും ഈ ഒരു റെഡ് സീഡും സെയിം ആണല്ലോ കളറ്. അങ്ങനെ നോക്കിയിട്ട് ഞാൻ പേരൊന്നും നോക്കാതെ എടുത്തതായിരുന്നു. ഞാൻ തന്നെയാണ് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നോമ്പിനെങ്ങാൻ വാങ്ങി വെച്ചിട്ട് ഇപ്പോഴായിരുന്നു അത് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ റെഡ് സീഡ് എന്നാന്ന് പോലും എനിക്കറിയില്ലായിരുന്നേ. അപ്പം ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സംഭവമാണിത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പാലിൽ കലക്കിയിട്ട് എന്നാ ഹബ്ബത്തുൽ ഹംറ, അങ്ങനെ പേര് കേട്ടത്. ആ ഹബ്ബത്തുൽ ഹംറ അത് നല്ല പാനീയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും കുറച്ച് ഉണ്ടാക്കി. പിന്നെ രാവിലെ ചിയാ സീഡൊക്കെ പോലെ തന്നെ എംപ്റ്റി സ്റ്റൊമക്കിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ആ ഒരു വെള്ളം കുടിക്കുന്നത് വെയിറ്റ് ലോസ് ആകാനൊക്കെ നല്ലതാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇനിയും കുറച്ച് ബാക്കിയുണ്ട്. അതങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. മിറാസിനെ കാണട്ടെ. സ്കൂൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തേർഡ് അല്ലേ? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? How's your first experience for girls section? Nice. ടീച്ചർ പേരുന്ന ഗുഡ് ടീച്ചറാ? പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും എക്സ്ട്രാ വന്നിക്കോ? അല്ല സെയിം 2 ഫ്രണ്ട്സ് വന്നിക്കേ? ഓ
ഇൻഷാല്ലാ ഓൾ ദി ബെസ്റ്റ് ആയിഷ. അങ്ങനെ അവർ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് ചോറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ രാവിലെ അടിച്ചിട്ട് ഈ ഒരു വേസ്റ്റൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഏതെങ്കിലും ഒരു കവറിലൊക്കെ ആക്കിയിട്ട് വേസ്റ്റിൽ കൊണ്ടുപോയി ഇടണം. അപ്പോൾ മുറ്റം മാത്രം ഒന്ന് കഴുകി വെച്ചിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കുറേ ദിവസമായി ഇതിങ്ങനെ കൂട്ടി ഇവിടെ ഇങ്ങനെ സൈഡിലാക്കി വെച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അതങ്ങ് കളയാന്ന് വിചാരിച്ചു. ഞാൻ ഇവരെ ഇറക്കിയിട്ടുണ്ട്. പാവെത്രന്ന് വെച്ചാൽ കൂട്ടിയിലിരിപ്പിക്കുക. ഇവിടെ ഒന്ന് ക്ലീൻ ആക്കട്ടെ കൂട്. ഇതായിരുന്നു കിട്ടി. ഞാൻ എത്ര നോക്കിയാടുന്നേ. ആ എന്നാ പിന്നെ എല്ലാം ഒന്നിലാക്കാലോ. പൈസ എടുത്തിനാ ബ്ലാക്ക് അതാ അതിലിട്ട് കൊടുക്ക്. ആ വറ്റണ്ട വെയിറ്റ് വിസ്മയും കൂട്ടിയിടാ. കൂട്ടി തന്നെ ഫുഡ് ഇട്ട് കൊടുത്താൽ ഇതാ പ്രശ്നം. ഇതെല്ലാം മാറി ടേസ്റ്റിലൊന്നും. ഒരു വടിയെടുത്താ സമല്ലോ. ഇതാ അതിൻ്റെ ഉള്ളിലാണ് ലൈക്ക് എഗ് ഇടുക അല്ല. തക്കാളി ഉണ്ട് കേട്ടെങ്കിൽ കേട്ടില്ലേ. എന്താണ് നമ്മുടെ ഹെന്നെ ഇവിടെ എന്തോ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇതാണ് നമ്മുടെ ഗാർഡൻ ബ്ലോക്ക്. അലോവേര ഉണ്ട് നല്ലതാണ് അലോവേര. പിന്നെ ഇവിടെ കുറേ സാധനം ലൈക്ക് ഉണ്ടാക്കുന്നുണ്ട്. തക്കാളി ഉണ്ട് ടൊമാറ്റോ ഉണ്ട് ഇവിടെ. അവിടെ ഫുൾ ടൊമാറ്റോ ആണ്. ഇത് കണ്ടോ ടൊമാറ്റോ ഇങ്ങനെ അവിടെ കാണാൻ പറ്റൂലേ. കണ്ടോ അവിടെ ടൊമാറ്റോ നല്ല റെഡ് ഉണ്ട് എല്ലാം ഉണ്ട്. വെള്ളം ഉണ്ട് നോക്കണ്ട റെഡിലും. അപ്പം നമുക്ക് പാക്ഡ് ഒന്ന് പോവാം. ഓക്കെ കേട്ടോ. ഇത് ഈ ബ്ലാക്ക് ഇനി എടുത്തോ. മറ്റേത് ആവശ്യം എടുത്തോ. കാർബോർഡ് അഭി വന്നിട്ടുണ്ട് കേട്ടോ. അത് വേസ്റ്റ് ഉണ്ട്. അതും വേസ്റ്റിലിട്ടേക്ക് നമ്മളോ. മഴ പെയ്തിട്ട് ഒരു കളിയാണ് ഇവിടെ. ഓക്കെ നമ്മൾ മാറിക്കൊടുക്കേ. മതി ആയിഷ. ബൈ വേഗം വരണേ. ഈ കാർബോർഡ് അങ്ങെടുത്തോ. എനിക്കിപ്പോ ഇവര് കൊമ്പിന്റെ മേലെ കയറുമോ എന്നുള്ള ടെൻഷൻ. ഇതാ ഈ കാർബോർഡ് അങ്ങെടുത്തോ മോള്. ഡസ്റ്റ്ബിന്നിലിട്ടോ. ഇതാ 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 ടേക്ക് Take this. Take. Okay, go. Slowly. ഓരോന്നേരം കൊണ്ടുപോയിട്ടെ. കുറേ ദിവസമായി ഇവിടെ ഇങ്ങനെ അടിച്ചു കൂട്ടിയിട്ടു. അപ്പോഴേക്ക് മഴ പെയ്ത് പിന്നെ കാറ്റടിച്ച് അങ്ങനെയല്ല ഇപ്പോൾ ഒരുവിധം ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്നാ തിന്നോ. ഇതെന്താ വേണ്ടേ? എനിക്ക് മണ്ണെന്ന് കളിക്കണം അതിനാ. ഇതെന്നാ ഫ്ലവറെല്ലാം പറിച്ചിങ്ങ് പോകുന്നില്ല. നല്ല പെയിൻഫുള്ളാ. ഫിലുവും പൊന്നും കേക്കണ്ട. എനക്ക് ഐസീനാ. ഐസി കൊടുക്കാനാ ഫ്ലവർ കൊണ്ടുവന്നേ. എടാ ഇവിടെ ആർക്കാ കൊടുക്കുക? ഐസിക്കാ. ഷോമി നമ്മൾ ഈ ഒരു റെഡ് സീഡ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിച്ചാൽ വെയിറ്റ് ലോസിനൊക്കെ നല്ലതാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ കുറച്ചെടുത്തിട്ട്. അപ്പോൾ അത് ഇപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ചിയ സീഡൊക്കെ പോലെ തന്നെ ഡബിൾ സൈസായി വന്നിട്ട് നല്ലതായിരുന്നേ. ചിയ സീഡൊക്കെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ചിയ സീഡ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ എന്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു റെഡ് സീഡ്. പിന്നെയുള്ളത് ഹബ്ബത്തുൽ ഹംറ. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാനേ. പക്ഷെ അത് സാധാരണയായിട്ട് ഉണ്ടാക്കിയെടുക്കുക ചെറിയൊരു യെല്ലോയിഷ് കളറായിട്ട് ഹബ്ബത്തുൽ ഹംറ ഉണ്ടാവുക. കസ്റ്റാർഡ് പൗഡറും കുങ്കുമപ്പൂവൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക. എൻ്റെ അടുക്ക ഈ രണ്ട് സാധനം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഷുഗർ പോലും ഉണ്ടായിരുന്നില്ല. ഷുഗർ ഞാൻ നോക്കുമ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഷുഗർ ഇടാൻ നോക്കുമ്പോഴാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബോട്ടിൽ കഴുകിയൊക്കെ വെച്ചിട്ട് പിന്നെ ഇവർ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് വരുന്ന സമയത്ത് വാങ്ങിയിട്ട് അങ്ങനെയാണ് ഞാനിത് ഷുഗർ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിതിപ്പം സാധാരണ വെറും പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള ഈ ഒരു റെഡ് സീഡും പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും നമ്മളെ റോസ് വാട്ടർ ഉണ്ടല്ലോ ഫ്ലേവറിനായിട്ട് റോസ് വാട്ടറും പിന്നെ ഷുഗറും ഇത്രയും മാത്രം ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാനായിട്ട്. അപ്പോൾ ആരെങ്കിലും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാണെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട.